ലൈഫ് ഓഫ് ട്രാവലേഴ്സിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നു ഞങ്ങൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് തികയുന്ന സമയത്താണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടും പ്രോത്സാഹനവും സഹകരണവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നത്. അതിന് ഞങ്ങൾ നിങ്ങളോട് ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുകയും നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും ഞങ്ങളുടെ ചാനൽ കാണുകയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിൽ അംഗമാകുവാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. ഇന്നു ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ 10 ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ലോകസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊച്ചു കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട്. ബീച്ചുകളും ഹിൽ സ്റ്റേഷനുകളും കടലും പുഴകളും എന്നുവേണ്ട വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെയാണ് പല സഞ്ചാരികളും ഒറ്റയടിക്ക് പല കാര്യങ്ങളും കാണാമെന്ന രീതിയിൽ കേരളത്തിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ നമ്മുടെ നാടിൻ്റെ ഭംഗി പലപ്പോഴും തിരിച്ചറിയാറില്ല. കേരളത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളെ ചോദിച്ചാൽ നമുക്ക് 100 നാവായിരിക്കും. പലരുടെയും സ്വപ്നങ്ങൾ അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങൾ കാണുക എന്നതായിരിക്കും. എന്നാൽ ആദ്യം കാണേണ്ടത് നമ്മുടെ കേരളം തന്നെയാണ്. എന്നാൽ നമ്മൾ മലയാളികൾ കാണേണ്ട 10 സ്ഥലങ്ങളുണ്ട്. അവ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ആലപ്പുഴ തന്നെ. കായൽ തീരങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ആലപ്പുഴയിലേക്ക് തന്നെ വരണം. ബോട്ടിൽ ഒരു യാത്ര, അത് കുടുംബവുമൊക്കെ ആവാം, സുഹൃത്തുക്കളുമൊക്കെ ആവാം, ജീവിത പങ്കാളിയുമൊക്കെ ആവാം. എങ്ങനെ ആയാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് അത്. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹൗസ് ബോട്ടും കായൽ തീരങ്ങളും കഴിഞ്ഞാൽ പിന്നെ ബീച്ച്, കൃഷ്ണപുരം പാലസ്, അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. സെപ്റ്റംബർ മുതൽ മെയ് മാസം പകുതി വരെയാണ് നമുക്ക് ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സമയം. നിങ്ങൾ ഒരിക്കലെങ്കിലും ആലപ്പുഴയെ തൊട്ടറിയുക. ആലപ്പുഴയുടെ സ്പന്ദനങ്ങൾ പങ്കുവയ്ക്കുക. ആലപ്പുഴയിലെ കരിമീൻ കൂട്ടിയുള്ള ഭക്ഷണവും അതീവ പ്രസിദ്ധമാണ്. അടുത്തതായി നമുക്ക് മൂന്നാറിലേക്ക് പോയി നോക്കാം. റൊമാൻറ്റിക് ഹണിമൂണിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മൂന്നാറിൻ്റെ ഹരിത ഭംഗി ആരെയും ആകർഷിക്കുന്നതാണ്. ഒപ്പം അവിടുത്തെ കാലാവസ്ഥയും. ട്രെക്കേഴ്സിൻ്റെ ഒരു ഇഷ്ട ഇടം കൂടിയാണ് മൂന്നാർ. മീശപ്പുലിമലയും പൊത്തമേട് വ്യൂ പോയിന്റും ഒക്കെ അല്പം കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് ഒരു ഇഷ്ട കേന്ദ്രം കൂടിയാണ്. വെള്ളച്ചാട്ടങ്ങൾക്ക് മൂന്നാറിൽ ഒരു കുറവുമില്ല. ആറ്റുകാൽ വാട്ടർഫാൾസും ചിയപ്പാറ വെള്ളച്ചാട്ടവുമെല്ലാം മൂന്നാറിൻ്റെ ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്.
മൂന്നാറിലെത്തുന്നവർ ഒരിക്കലും കാണാതെ പോകരുത് ഇരവികുളം നാഷണൽ പാർക്ക്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് മൂന്നാർ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. നിങ്ങൾ തീർച്ചയായും മൂന്നാറിൽ വരികയും അവിടുത്തെ കാലാവസ്ഥയും പ്രകൃതിയും ഒന്ന് ആസ്വദിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ സ്ഥലം കുമരകമാണ്. ആലപ്പുഴയിലെത്തുന്നവർ ഉറപ്പായിട്ടും കുമരകത്തും എത്തുമെന്ന് ഉറപ്പാണ്. വേമ്പനാട് കായലിന് സമീപമാണ് കുമരകം. ബോട്ടിങ്ങും മീൻപിടുത്തവും ഹൗസ് ബോട്ടിലെ താമസവുമൊക്കെയായി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കുമരകം. നിങ്ങൾ ഒരിക്കലെങ്കിലും കുമരകത്ത് വന്ന് ഹൗസ് ബോട്ടിലെ സൗകര്യങ്ങളെല്ലാം ആസ്വദിക്കേണ്ടതാണ്. നമ്മുടെ അടുത്ത സ്ഥലം വയനാടാണ്. കണ്ടാലും മതി വരാത്ത അത്ര മനോഹരമായ വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലമാണ് വയനാട്. സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ ഏറ്റവും അധികം ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് വയനാട്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ സാധിക്കുക. ഇടയ്ക്കൽ ഗുഹകൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. അതുപോലെ തന്നെ ചെമ്പ്ര പീക്കിലേക്കുള്ള ട്രെക്കിംഗ് ഒരിക്കലും നമ്മളെ മടുപ്പിക്കില്ല. എണ്ണിയാലൊടുങ്ങാത്ത വെള്ളച്ചാട്ടങ്ങളുടെ കലവറയാണ് വയനാട്. ഒപ്പം തിരുനെല്ലി ക്ഷേത്രവും ബാണാസുര സാഗറും ലക്കിടി വ്യൂ പോയിന്റും കുറുവ ദ്വീപും ജൈന ക്ഷേത്രവും പൂക്കോട് ലേക്കുമെല്ലാം ചേരുമ്പോൾ ഒരു സഞ്ചാരിക്ക് വേണ്ടതെല്ലാമായി വയനാട്ടിൽ. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയാണ് വയനാട്ടിലേക്ക് പോകാനുള്ള നല്ല സമയം. അഞ്ചാമതായി നമ്മൾ പോകുന്നത് തേക്കടിയിലേക്കാണ്. കാടിനോടും വന്യമൃഗങ്ങളോടും ഇഷ്ടമുള്ളവർ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു പ്ലേസാണ് തേക്കടി. മൂഴിയാർ മുതൽ തേക്കടി വരെയുള്ള ട്രെക്കിങ്ങും വളരെയധികം പ്രശസ്തമാണ്. എലഫന്റ് ജംഗ്ഷനും കുമിളിയും രാമക്കൽമേടുമെല്ലാം തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കണം. നവംബർ മുതൽ മെയ് മാസത്തിൻ്റെ തുടക്കം വരെയാണ് സഞ്ചാരികൾ തേക്കടിയിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഒരിക്കലെങ്കിലും നിങ്ങൾ തേക്കടിയിൽ വന്ന് തേക്കടിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. ആറാമതായി നമ്മൾ പോകുന്നത് കോവളം ബീച്ചിലേക്കാണ്. വിദേശ വിനോദസഞ്ചാരികൾ ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും അധികം എത്തുന്നത് കോവളത്തേക്കാണ്. കേരളത്തിൽ ഏറ്റവും നല്ല ബീച്ച് ഉള്ളതും കോവളത്താണ്. ആയുർവേദ ചികിത്സയ്ക്കും മസാജിനും പേരുകേട്ട സൺബാത്തിങ്ങിനും മാത്രമായി ഇവിടേക്ക് വരുന്ന വിദേശ സഞ്ചാരികൾ നിരവധിയാണ്. കോവളത്തെത്തുന്ന സഞ്ചാരികൾ എന്തായാലും സമുദ്ര ബീച്ചിലും ഹവ ബീച്ചിലും പോകണം. കൂടെ വൈറ്റ് ഹൗസും പരശുരാമ ക്ഷേത്രവും മറൈൻ അക്വേറിയവും ഫിഷ് ഹാർബറും ഒന്നും തന്നെ മിസ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും കോവളം ബീച്ച് സന്ദർശിക്കാൻ മറക്കല്ലേ. സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയാണ് കോവളം ബീച്ചിലേക്ക് വരാനുള്ള നല്ല സമയം.
ഏഴാമതായി നമ്മൾ എത്തുന്നത് വാഗമണ്ണിലേക്കാണ്. മൂന്നാർ പോലെ ഹരിതഭംഗിയുടെ മറ്റൊരു കേന്ദ്രമാണ് വാഗമൺ. കുരിശുമലയും പൈൻ ഫോറസ്റ്റും പരുന്തൻ പാറയും വാഗമണിലെത്തുന്ന സഞ്ചാരികളുടെ മനം കവരും. ഓഗസ്റ്റ് മാസം മുതൽ മെയ് മാസം വരെയാണ് വാഗമണ്ണിലേക്ക് പോകുവാൻ പറ്റിയ സമയം. നിങ്ങൾ ഒരിക്കലെങ്കിലും വാഗമണ്ണിൽ വന്ന് പ്രകൃതിയെയും വാഗമണ്ണിനെയും അറിയുക. എട്ടാമതായി നമ്മൾ എത്തുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ബേക്കൽ ഫോർട്ടിലാണ്. നിരവധി ഇന്ത്യൻ സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ബേക്കൽ ഫോർട്ട്. ഇവിടെ സന്ദർശിക്കുന്ന ഓരോ വ്യക്തിക്കും ചരിത്രത്തിലൂടെ മാത്രമേ നടന്നു പോകാൻ സാധിക്കൂ. ബേക്കലിലെത്തുന്ന ഓരോ സന്ദർശകരും പോയിരിക്കേണ്ട സ്ഥലങ്ങളാണ് അനന്തപുര ക്ഷേത്രവും കാപ്പിൽ ബീച്ചും നീലേശ്വരവുമെല്ലാം. സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയാണ് ബേക്കൽ ഫോർട്ട് സന്ദർശിക്കേണ്ട സമയം. ഒൻപതാമതായി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. മലബാറിൻ്റെ സംസ്കാരം തൊട്ടറിയണമെങ്കിൽ നമ്മൾ കോഴിക്കോട് തന്നെ പോകണം. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സുന്ദരമായ ബീച്ചുകളും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുമാണ്. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളും കോഴിക്കോട്ടേക്ക് പോയിരിക്കണം. അവിടെയുള്ള ലോകപ്രശസ്തമായ ബിരിയാണി ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം. മാനാഞ്ചിറയും കാപ്പാട് ബീച്ചും കോഴിക്കോട് ബീച്ചും മലബാറുകാരുടെ സ്നേഹവുമെല്ലാം നിങ്ങളെ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ പ്രേരിപ്പിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും കോഴിക്കോട് വരികയും ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം രുചിച്ചറിയുകയും ചെയ്യുക. അവസാനമായി 10ാമതായി നമ്മൾ എത്തിയിരിക്കുന്നത് വർക്കലയാണ്. കോവളം പോലെ തന്നെ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വർക്കല. ക്ഷേത്രങ്ങളുടെ സ്ഥലം കൂടിയാണ് ഇവിടെ. നിരവധി വിനോദസഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. ഓഗസ്റ്റ് മുതൽ മെയ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമുക്കിവിടെ എത്തിച്ചേരുവാൻ സാധിക്കുക. വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാം. ഇനിയും സഞ്ചാരികൾക്കറിയാവുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സ്. Thank you for watching.